PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ ഇടനിലക്കാരനായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പൂർണ്ണ സമ്മതത്തോടെയാണ് കേരളം പദ്ധതിയിൽ ഒപ്പിട്ടതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടിയോടൊപ്പമാണ് ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടതെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ വിശദീകരണം. വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി പറയണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിലായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വിശദീകരണം. My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. കേരള സർക്കാരും BJPയും തമ്മിലുള്ള ഡീൽ കുറെ നാളെ കണ്ടുകൊണ്ടിരിക്കുകയെന്നാണ് KC വേണുഗോപാലിന്റെ പരിഹാസം. കേരള സർക്കാരും BJPയും തമ്മിലുള്ള ഡീൽ ഞങ്ങൾ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂട്ടി വായിച്ച് ഞങ്ങൾ പറഞ്ഞ PM ശ്രീയിലും ലേബർ കോഡിലും ഒക്കെ തന്നെ ഒത്തുകളിയാണെന്ന്. ഇത് വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയേണ്ടത് ഈ BJP CPM അന്തർധാര എന്ന് പറയുന്നത് PM ശ്രീ ഒപ്പിടുന്നതിൽ മാത്രമാണോ? മധ്യസ്ഥം വഹിച്ചത് കേരളത്തിനു വേണ്ടിയെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ വിശദീകരണം. അദ്ദേഹം പറഞ്ഞു വെച്ചാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ജോൺ ബ്രിട്ടാസ് എന്നെ വന്നു കാണുകയും ചർച്ചയും ചെയ്തിരുന്നു. ഏതാണ് വിഷയമെന്ന് പറയുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വിലപ്പെട്ട വിഭവങ്ങൾ തടഞ്ഞു വെച്ചതാണ് വിഷയം. അതേസമയം PM ശ്രീയിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ മധ്യസ്ഥനായി നിന്നത് തന്റെ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് എന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടിയിൽ സഭയ്ക്കുള്ളിൽ ജോൺ ബ്രിട്ടാസ് മറുപടി നൽകാത്തതിലും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. മീഡിയ 1 ഡൽഹി.